വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഗോയ്സ്? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എയർ ഫ്രയർ അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ പലതും എടുക്കും. നമ്മൾ കാര്യമായിട്ട് വെളുത്തുള്ളി. സംഭവം ഇത് ശ്രീനാഥ് എവിടെന്നെങ്കിലും കണ്ടിട്ട് ചെയ്യുന്നതാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പം കുറെ ആയിട്ട് നമ്മൾ ഇതിവിടെ ഉണ്ടാക്കുന്നുണ്ട്. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടത് ഗൈസ്. അപ്പം എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഫുൾ ചിക്കൻ ഉണ്ട് ഗൈസ്. ഇതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്ന മുളക്, ഇത് ഇത്രയും വേണം. ഇത് ഇത്രയും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പാനിൽ, എണ്ണയിൽ വേണ്ട, ചെറുതായിട്ട് പാനിലിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക എന്നായിരിക്കും എല്ലായിടത്തും പറയാൻ തോന്നുന്നു. ഇങ്ങനെ എടുക്കുക, വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ വാട്ടിയെടുക്കുക. ഗായ്സ്, നമ്മുടെ ഉള്ളി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി കേട്ടോ. നമ്മൾ ഇത്രയും ഉള്ളി എടുത്തേക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ല, ഒരു ഫുൾ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഇത്രയും ഉള്ളി എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഉള്ളി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ ട്രേഡ് സീക്രട്ട് ഐറ്റം, പെരിഞ്ചീരകം. അത് കുറച്ച് നമ്മൾ പാനിലേക്ക് അതൊന്ന് ചൂടാക്കി എടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കാരണം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടി കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഗൈസ്, ഇവിടെ ഞാനാ ഫുള്ള് പണിയെടുക്കുന്നത്. ഇവിടെ ചുമ്മാ കാണാതിരിക്കുക. അതെ ഗൈസ്, അത് എല്ലാ പണിയും എടുക്കാറ്. എന്താ ചെയ്യല്ലേ? ഇനി ഞാനൊരു വീഡിയോ ഇടാം ഗൈസ്. ശ്രീനാഥ് എല്ലാ ദിവസം എടുക്കുന്ന എല്ലാ പണികളുടെയും കൂടെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ഇടാം. റെഡിയാണോ താങ്കൾ? റെഡിയാണ്. ആകെപ്പാടെ ചെയ്യുന്നൊരു കാര്യമാണ് ഗൈസ് ഈ അൽഫാം ഉണ്ടാക്കുക. ആണോ? അല്ലേ? ആ മുഖം ഇങ്ങോട്ടേക്കൊന്ന് കാണിക്കൂ. മുടിയൊക്കെ വളർന്നല്ലോ ഗൈസ്. എന്റെ സീക്രട്ട് ഓയിലാ കേട്ടോ. അപ്പൊ ഇതാ പെരിഞ്ചീരകം കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മളിത് പേസ്റ്റ് ആക്കി എടുക്കാൻ പോവാം. ഇപ്പം നമ്മൾ ഇനി ഇത് പേസ്റ്റ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതുകൂടി ഇട്ടിട്ടാട്ടോ പേസ്റ്റ് ആക്കി എടുക്കുന്നത്. പിന്നെ വേണ്ടവർക്ക് തൈര് യൂസ് ചെയ്യാം. നമ്മൾ പൊതുവെ തൈര് ഇടാറുണ്ട്, ഇന്നിപ്പോൾ നമ്മൾ ഇടുന്നില്ല. 1-2 സ്പൂൺ തൈര് കൂടി ഇട്ടാൽ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കുരുമുളക് പൊടി ഗൈസ്. കണക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതെ ഗൈസ്, നമ്മുടെ മുളക് പൊടി. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് ഇടാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ തൈര് എന്തായാലും ഇടുന്നില്ല. കളറിന് വേണ്ടി കുറച്ച്. ഇത് കാശ്മീരി ചില്ലി കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെ അളവുകൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് പറയുന്നില്ല. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ദാ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഈ ചിക്കനിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്യും. ദാ കുക്ക് വരുന്നുണ്ട്, മിക്സ് ചെയ്യൂ. പ്രൊഫഷണൽ ആണോ? അതെ, പ്രോക്കുകളൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാകും. പ്രോക്കുകൾ ആരും വീഡിയോ കാണാതിരിക്കട്ടെ. ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊരു 1/2 hour ഇതിങ്ങനെ ലീവ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അൽഫാമാക്കും. ഇനി നമ്മൾ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു 2 minutes നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. 2 minutes നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഇഷ്ടപ്പെടാറുണ്ടോ? അതെ, ഇഷ്ടപ്പെടണം. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എപ്പോഴും വരാറുണ്ട്. അതെ, നീ ചെയ്തിട്ടില്ലേ ഡേ ഇൻ മൈ ലൈഫ്? ചെയ്തിട്ടുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്തിട്ടില്ല. മടിച്ചി. ഓ എന്തോ ഒന്ന് കാണിച്ച മുഖം ഇങ്ങോട്ടേക്കൊന്ന് കാണിക്കും ഗൈസ്. ദാ അടപ്പ് മാറ്റിയപ്പോ എന്തോ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. പച്ച ചിക്കൻ എന്ത് സ്മെല്ല്? അല്ല, മസാലയുടെ മണം വരുന്നില്ലേ? എന്റെ മസാല അല്ലേ വരും. അല്ല, ശരിക്കും വരുന്നില്ല. അതാ പറഞ്ഞ എന്റെ മസാല അല്ലേ വരും ഗൈസ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടർ പേപ്പർ. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള കുക്ക് വെയറിലൊന്നും ഇതാവില്ല, അഴുക്കാവില്ല. അതെ, ബീപ്പ് സൗണ്ട് കേട്ടു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എയർ ഫ്രയറിൻ്റെ ഒരു സൈഡിൽ ഹോട്ട് എയർ പോകാൻ വേണ്ടിയിട്ടുള്ള ഇതായിരിക്കും.
ബാക്ക് സൈഡില്. അതെ, അപ്പോൾ ഇതിൻ്റെ പുറത്ത് പിന്നിൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉരുകി പോവും. ഓൾറെഡി ഉരുകിയിട്ടുണ്ട്. ഗൈസ് ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ചിക്കൻ അൽഫാം ഉണ്ടാക്കിയ സമയത്ത് ഇതേപോലെ നമ്മൾക്ക് മമ്മിയുടെ ഒരു നല്ല പഞ്ചസാര ബോട്ടിൽ ഉരുക്കി കളഞ്ഞു. അപ്പൊ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നോക്കി കണ്ടൊക്കെ ഉള്ളി വെക്കണം. ഇനി നമ്മൾ ഓരോ പീസ് ആയിട്ട് ഇതിലിങ്ങനെ നിരത്തി വെക്കാൻ പോവാണ്. 4 പീസ് ഇപ്പോൾ ഒരെണ്ണത്തിൽ വെക്കാൻ പറ്റില്ലേ? അതെ, ഞങ്ങളിപ്പോൾ ഓൾറെഡി 4 പീസേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമേ കഴിക്കൂ, മമ്മിയും പപ്പയും ഇത് കാര്യമായിട്ട് കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾ 4 പീസേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ. ലെഗ് പീസ് ഒരെണ്ണം മീനുവിൻ്റെ, ഒരെണ്ണം എനിക്ക്. ഇല്ലെങ്കിൽ അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അടിയാവും ഗൈസ്. എന്താല്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണോ? അവരുടെ ഒന്നും വീട്ടിൽ ഇതേപോലെയല്ല പെണ്ണുങ്ങളും. എന്തോ ചുമ്മാ ഈ വീട്ടിലെ ഏറ്റവും ചെറിയ ആള് ഞാനാണ്. അപ്പൊ എന്റെ ഇഷ്ടങ്ങളാണ് കൂടുതൽ നോക്കേണ്ടത്. പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഞാനും പണ്ട് കുട്ടിയായിരുന്നു. അപ്പൊ എല്ലാം ശ്രീനാന്റെ ഇഷ്ടത്തിനല്ലേ നടന്നുകൊണ്ടിരുന്നത്. നമ്മളിതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റൻസ് ഒക്കെ വരുന്ന പോലെ വെക്കണം. നമ്മളിത് ഓൾറെഡി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് മസാലയൊക്കെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടി. ഓക്കെ ഗൈസ്, ഇനി എയർ ഫ്രയറിൽ കയറ്റാം. ഓക്കെ, ഇനി മേജർ തിങ് നമ്മളിതിൽ ചിക്കൻ്റെ ഐക്കണിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കണം. അപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അത് കഴിഞ്ഞ് ടൈം സെറ്റ് ചെയ്യണം. 1 സൈഡ് നമ്മൾ 12 മിനിറ്റ്സ് ആണ് ചെയ്യാറ്. പിന്നെ ഇനി നമുക്ക് ടെമ്പറേച്ചർ ഒരു 180 കൊണ്ടുവരണം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി 12 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് തനിയെ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. അപ്പോഴത്തേക്ക് 1 സൈഡ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. നോക്കാം, കാണാം. ശ്രീനാഥ് പറഞ്ഞത് ഇത് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതെന്താ? എനിക്കെങ്ങനെ തോന്നുന്നത്, വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞോ. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഗൈസ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇവിടെ കുക്ക് ചെയ്തിട്ടുള്ള നമ്മൾ മുന്നേ ചെയ്ത പരിചയത്തിൽ 12 മിനിറ്റിൽ 1 സൈഡ് ആവും. ടോട്ടൽ 24 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ഇപ്പോൾ 1 സൈഡ് 180 ഡിഗ്രിയിലാണ് വെച്ചിട്ടുള്ളത് 12 മിനിറ്റ്സിന്. ഇനി 12 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് സൈഡ് മാറ്റി വയ്ക്കും. ഓക്കെ, ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ വരെ അവൾക്ക് പറ്റില്ല, ഞാൻ ചെയ്യണം. എന്നെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാണ്. ആകെ ഒരു അൽഫാം അല്ലേ ഉണ്ടാക്കുന്നേ ഗൈസ്. അൽഫാം ഉണ്ടാക്കാനായിട്ടുള്ള മസാല, അതിനുള്ള ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം ഞാനാണ് ഗൈസ് കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് എല്ലാം ശരിയാക്കി കൊടുത്തത്. പ്രസക്തിയില്ല, കുറച്ച് എനിക്കും കൂടി തരില്ല ഗൈസ്. ഇത് ഞങ്ങള് 6 മാസം മുമ്പ് കൊടൈക്കനാല് പോയപ്പോ കൊണ്ടുവന്ന ചോക്ലേറ്റാ ഗൈസ്. അത് ഫ്രീസറിൽ ഇരിക്കുക. ഇനി പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ കട്ടറൊക്കെ കൊണ്ടുവരേണ്ടി വരും. ചോക്ലേറ്റിന്റെ കോലം നോക്ക്. പൊട്ടിക്കണം കട്ടർ വേണം ഗൈസ്. കട്ടർ കൊണ്ടുവന്നിട്ട് ഇടുക്കിന്ന് ഒരാളോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പം 12 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലേ പാതി ആയിട്ടുണ്ട്. ഇനി ബാക്കി പാതി കൂടി ആവണം. തിരിച്ചിടാൻ പോവാ ഗൈസ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. ഇനിയിപ്പം വീണ്ടും ഒരു 12 മിനിറ്റ്സും കൂടി വെക്കണം. അതെ, ഇനി നമ്മൾ 180 ഡിഗ്രി സെറ്റ് ചെയ്തു. എന്നിട്ട് ടൈമും വീണ്ടും ഒരു 12 മിനിറ്റ്സ് കൂടി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. പിന്നെ ഞാനൊരു പ്രോപ്പർ കുക്കൊന്നുമല്ല. അപ്പോൾ അത് കാരണം എയർ ഫ്രയറിൽ ചിക്കൻ എങ്ങനെ സൂപ്പറായിട്ട് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഈ വീഡിയോ കാണണ്ട പൊക്കോ. ഇത് ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അതെ അതെ അതെ, ഗൈസ് ഇന്നത്തെ അൽഫാമിന് കുറച്ച് കളറ് കുറഞ്ഞിട്ടുണ്ട്. അതെ, മസാലയ്ക്ക് ഉള്ളി കുറച്ചേ അരിഞ്ഞു തന്നുള്ളൂ. അത് കാരണം ഗൈസ്, എൻ്റെ മിസ്റ്റേക്ക് അല്ല ഗൈസ്. ഇന്ന് മസാല കുറവുള്ളത് കാരണവും പിന്നെ ഞങ്ങൾ നോർമലി തൈര് യൂസ് ചെയ്യാറുണ്ട്. അത് കാരണം കുറച്ച് തൈരും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്ക് മസാല പോലെ കിട്ടും നമുക്ക്. പിന്നെ നിങ്ങളൊരു ജിം റാറ്റാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ഓയിലില്ല, വേറെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തീരെ ഓയിൽ ചേർത്തിട്ടില്ല.
ഗൈസ് കളർ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. യെസ് ഗൈസ്, ഇതാണ് നമ്മളെ ഫൈനൽ രൂപം. നമ്മൾ എയർ ഫ്രൈ ചെയ്തിട്ട് ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, കളർ കുറവായ കാരണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.